വെൽക്കം ബാക്ക്. നെക്സ്റ്റ് ടോപ്പിക് അബൌട്ട് ഇക്വിറ്റി. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ബാലൻസ് ഷീറ്റിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഇക്വിറ്റിയുടെ മീനിങ് എന്നുള്ളത് നോക്കാം. ഇക്വിറ്റി ടിപ്പിക്കലി റെഫർ ടു ആസ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, ഓണേഴ്സ് ഇക്വിറ്റി ഫോർ പ്രൈവറ്റ്ലി ഹെൽഡ് കമ്പനീസിനെ സംബന്ധിച്ച് ഓണേഴ്സ് ഇക്വിറ്റിയാണ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് വുഡ് ബി റിട്ടേൺഡ് ടു എ കമ്പനീസ് ഷെയർ ഹോൾഡേഴ്സ് ഇഫ് ഓൾ ദ അസറ്റ്സ് വേർ ലിക്വിഡേറ്റഡ് ആൻഡ് ഓൾ ദ കമ്പനീസ് ഡെറ്റ് ആർ പെയ്ഡ് ഓഫ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. അതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ എല്ലാ അസറ്റ്സും ലിക്വിഡേറ്റ് ചെയ്തു, അസറ്റ്സ് എല്ലാം നമുക്ക് ലിക്വിഡേറ്റ് ചെയ്തു, എല്ലാ കമ്പനിയുടെ ഡെറ്റുകളും പേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എന്താണോ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് അതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ ക്യാപിറ്റലിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ ഇക്വിറ്റിയെ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, രണ്ടാമതായിട്ട് അതർ ഇക്വിറ്റി. അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ വരുന്ന ഐറ്റംസ് ഫോർ ഈച്ച് ക്ലാസ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഓരോ ടൈപ്പ് ഷെയർ ക്യാപിറ്റലിനെയും നമ്മൾ അതിൻ്റെ നമ്പർ ആൻഡ് എമൗണ്ട് ഓഫ് ഷെയർസ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, ദെൻ പാർ വാല്യൂ പെർ ഷെയർ, ഓരോ വാല്യൂവിന് ഷെയർ വാല്യൂ പാർ വാല്യൂ എത്രയാണ്, അതുപോലെ കോൾസ് എത്രത്തോളം കോൾസ് അൺപെയ്ഡ് ആയിട്ടുള്ളതുണ്ട്, ഫോർഫീറ്റഡ് ഷെയർസ് എത്രത്തോളം ഉണ്ട്, അതുപോലെ റൈറ്റ് പ്രിഫറൻസസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് അറ്റാച്ച്ഡ് ടു ഈച്ച് ക്ലാസ് ഓഫ് ഷെയർസ് ഇൻക്ലൂഡിംഗ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഓരോ ഷെയർ ക്യാപിറ്റലിന് ചിലപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ റൂളുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ റൈറ്റ് പ്രിഫറൻസസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഇതെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഓരോ ഷെയർ ക്യാപിറ്റലിനെയും സെപ്പറേറ്റ് ആയിട്ട് ഫോർ ഈച്ച് ക്ലാസ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ അതർ ഇക്വിറ്റി എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് റിസർവ് ആൻഡ് സർപ്ലസ്, ഷെയർ അപ്ലിക്കേഷൻ മണി, പെൻഡിങ് അലോട്ട്മെൻറ്റ് എക്സെട്ര. അതിൽ റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ളത് എന്തൊക്കെയാണോ എക്സസ് ആയിട്ട്, അതായത് റീറ്റെയിൻഡ് ഏർണിങ്സ് ഓഫ് എ കമ്പനി എന്താണോ, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അർഹതപ്പെട്ടിട്ടുള്ള അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള റിസർവ് ആൻഡ് സർപ്ലസിനെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, റീറ്റേൺഡ് ഏർണിങ്സ്, ഇതെല്ലാം റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, ദെൻ അത് വൺ ഓഫ് ദ ഐറ്റമാണ് അതർ ഇക്വിറ്റിയിലുള്ള. ദെൻ മറ്റ് ഐറ്റം ഷെയർ അപ്ലിക്കേഷൻ മണി, പെൻഡിങ് അലോട്ട്മെൻറ്റ്, റീവാലുവേഷൻ സർപ്ലസ്, മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറണ്ട്, ദെൻ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ത്രൂ അതർ കോംപ്രഹെൻസീവ് ഇൻകം, ഇഫക്റ്റീവ് പോർഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഓഫ് ഹെഡ്ജസ്, അതർ ഐറ്റം ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം. ഈ കാറ്റഗറിയിൽ ഏതെങ്കിലും മറ്റുള്ള ക്യാപിറ്റൽ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഈ അതർ ഇക്വിറ്റി എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. സോ ഇക്വിറ്റി എന്നുള്ളതിൽ നമ്മൾ രണ്ട് ഹെഡുകളാണ് വരുന്നത്. ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും മറ്റൊന്ന് അതർ ഇക്വിറ്റീസ്. ഓക്കെ, ദ നെക്സ്റ്റ് ഐറ്റം കറൻറ്റ് ലയബിലിറ്റി. സോ കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്ന ലയബിലിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോൺ കറൻറ്റ് ലയബിലിറ്റിയും അതുപോലെ തന്നെ കറൻറ്റ് ലയബിലിറ്റിയും. അതിലാദ്യം നമുക്ക് കറൻറ്റ് ലയബിലിറ്റി നോക്കാം. കറൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡിലേക്കുള്ള ലയബിലിറ്റിയാണ്. ലയബിലിറ്റീസ് വിച്ച് ബിക്കം ഡ്യൂ ആൻഡ് പേയബിൾ വിതിൻ 1 ഇയർ. അതായത് അതിൽ ഉൾപ്പെടുന്നത് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഷോർട്ട് ടേം ഡെറ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എക്സെട്ര. സോ എന്താണ് കറൻറ്റ് ലയബിലിറ്റി എന്നുള്ളത് നോക്കാം. കറൻറ്റ് ലയബിലിറ്റി സെഷൻ ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഷോ ദ ഡെറ്റ് എ കമ്പനി ഓസ് ദാറ്റ് മസ്റ്റ് ബി പെയ്ഡ് വിതിൻ 1 ഇയർ. ദീസ് ഡെറ്റ്സ് ആർ ദ ഓപ്പോസിറ്റ് ഓഫ് കറൻറ്റ് അസറ്റ്സ്. നമ്മൾ കറൻറ്റ് അസറ്റ്സിനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അർഹതപ്പെട്ടിട്ടുള്ള അസറ്റ്സുകളെയാണ് കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതേസമയം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന അസറ്റ്സിനെയാണ് കറൻറ്റ് ലയബിലിറ്റി എന്നുള്ളത് പറയുന്നത്. അതിൽ 4 കാറ്റഗറിയാണ് വരുന്നത്. കറൻറ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, അതർ കറൻറ്റ് ലയബിലിറ്റീസ്, കറൻറ്റ് പ്രൊവിഷൻസ് ആൻഡ് കറൻറ്റ് ടാക്സ് ലയബിലിറ്റീസ്. അതിൽ കറൻറ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ഉൾപ്പെടുന്നത് കറൻറ്റ് ബോറോയിങ്സ്, കറൻറ്റ് ട്രേഡ് പേയബിൾസ്, അതർ കറൻറ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ബാങ്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് എന്തൊക്കെയാണോ, അത് ഷോർട്ട് പീരീഡിലേക്കുള്ള ലയബിലിറ്റീസ് എന്തൊക്കെയാണോ അതിനെയാണ് കറൻറ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. അതിൽ കറൻറ്റ് ബോറോയിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഷോർട്ട് ടേം ലോണുകൾ, ലോൺ റീപേയബിൾ ഓൺ ഡിമാൻഡ്, ലോൺ ഫ്രം റിലേറ്റഡ് പാർട്ടീസ്, ഡെപ്പോസിറ്റ്, അതർ ലോൺസ്, മറ്റുള്ള ചെറിയ ഷോർട്ട് പീരീഡിലേക്കുള്ള ലോണുകളെയാണ് കറൻറ്റ് ബോറോയിങ്സ് എന്ന് പറയുന്നത്. ദെൻ കറൻറ്റ് ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത് ബിൽസ് പേയബിൾസും അതുപോലെ ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് പീരീഡിലേക്ക് വിത്തിൻ 1 ഇയർ, അതായത് 12 മന്ത്സിൻ്റെ ഉള്ളിൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ക്രെഡിറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ അതർ കറൻറ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്,
മറ്റുള്ള ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഇതിൽ രണ്ടിലും പറഞ്ഞിട്ടുള്ള അല്ലാത്ത ഇൻട്രസ്റ്റ് അക്രൂഡ്, അൺപെയ്ഡ് ഡിവിഡൻറ്റ്, അതുപോലെ കറൻറ്റ് മെച്യൂരിറ്റീസ് ഓഫ് ലോങ് ടേം ഡെറ്റ്, കറൻറ്റ് മെച്യൂരിറ്റീസ് ഓഫ് ഫിനാൻസ് ലീസ് ഒബ്ലിഗേഷൻസ്, അൺപെയ്ഡ് മെച്യൂർഡ് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് അക്രൂഡ് ദെയറോൺ. അതായത് നമ്മൾ മുകളിൽ പറഞ്ഞ 2 കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് അല്ലാത്ത ഏതെങ്കിലും ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഈ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക. ദെൻ ലാസ്റ്റ് വൺ അതർ കറൻറ്റ് ലയബിലിറ്റീസ്, അതിൽ റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതർ അഡ്വാൻസസ് ആൻഡ് അതേഴ്സ്. മറ്റുള്ളത് അതായത് റവന്യൂസും റിസീവ്ഡ് എന്തെങ്കിലും ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ലയബിലിറ്റിയാണ്. മറ്റുള്ള അഡ്വാൻസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അതർ കറൻറ്റ് ലയബിലിറ്റീസ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ദെൻ നെക്സ്റ്റ് വൺ നോൺ കറൻറ്റ് ലയബിലിറ്റീസ്. നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ 1 ഇയർ, അതായത് ബാങ്ക് ലോൺ, ബോണ്ട് പേയബിൾ, ലോങ് ടേം നോട്ട്സ് പേയബിൾ, ഡെഫേർഡ് ടാക്സ്, മോർട്ട്ഗേജ് ലോൺ എക്സെട്ര. സോ non-current liability refers to financial obligation in a company's balance sheet that are not expected to be paid within 1 year. Non-current liabilities are due in a long term compared to short term. ഒരു വർഷത്തിൽ കൂടുതലുള്ള ലയബിലിറ്റീസിനെയാണ് നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുന്നത് നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, നോൺ കറൻറ്റ് പ്രൊവിഷൻസ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, അതർ നോൺ കറൻറ്റ് ലയബിലിറ്റീസ്. അതിൽ നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറയുമ്പം ബാങ്ക് ലോണുകളൊക്കെ നമ്മളൊരു ലോങ് പീരീഡിലേക്ക് ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുക. അതുപോലെ നോൺ കറൻറ്റ് ട്രേഡ് പേയബിൾസ്, ട്രേഡ് പേയബിൾസ് എന്ന് പറയുമ്പം നമ്മളുടെ ബിൽസ് പേയബിൾസും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനൊക്കെ 12 മന്ത്സിന് കൂടുതലായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ കാറ്റഗറിയിലാണ് ഉൾപ്പെടുക. നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, അതായത് മറ്റുള്ള ഏതെങ്കിലും ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ട് ഇത് കൂടാത്ത നമ്മൾ ലോണുകളായിട്ടോ അല്ലെങ്കിൽ പേയബിൾസ് ആയിട്ടോ അല്ലാത്ത വേറെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. അടുത്തത് നോൺ കറൻറ്റ് പ്രൊവിഷൻസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് മെയ്ഡ് ഫോർ എ ലോങ് ടേം. നോൺ കറൻറ്റ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി വയ്ക്കുന്നതാണ്. അതായത് പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ്സ്, പ്രൊവിഷൻ ഫോർ പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ട്, ഇപ്പം ഡിപ്രീസിയേഷൻ അങ്ങനെയുള്ള ഐറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത് ലോങ് പീരീഡിലേക്കാണെന്നുണ്ടെങ്കിൽ അതിനെ നോൺ കറൻറ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നു. ദെൻ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, നേരത്തെ നമ്മൾ ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വെൻ ഇൻകം പെയ്ഡ് ഈസ് എക്സസ്, വെൻ ഇൻകം പെയ്ഡ് നമ്മൾ അലോ ചെയ്തിട്ടുള്ള ഇൻകത്തിനേക്കാളും ടാക്സിനേക്കാളും കൂടുതലായിട്ടാണ് നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അസറ്റാണ്. അതേസമയം ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുള്ളത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ലയബിലിറ്റിയാണ്. അത് ലോങ് പീരീഡിലേക്ക് ആയിട്ടാണ് നമ്മളതിനെ കൊടുക്കുന്നത്, ആ ഒരു ടാക്സ് ഒബ്ലിഗേഷൻ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അതർ നോൺ കറൻറ്റ് ലയബിലിറ്റീസ്, മറ്റുള്ള അഡ്വാൻസസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലോങ് പീരീഡിലേക്കുള്ള ലയബിലിറ്റീസിനെ അതർ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് കാണിക്കുന്നത്.